ടോങ് ആണ്. കാരണം യാൻഷെങ്ങിന് അവൾക്ക് ഇഷ്ടമെന്നറിയും. കൂടാതെ യാൻഷെങ് ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് 2-3 തള്ളിറക്കുമ്പോൾ ഇതേക്കുന്ന സിയാനാണ് ഷോക്കാകും. അതിനുശേഷം ടോങ് വന്ന കാര്യം കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചുമ്മാ നിന്നോട് ഐഡിയ അയച്ചേ ഉള്ളു, അല്ലാതെ വേറെ ഒന്നില്ലെന്ന് പറഞ്ഞ് ഇവളായിട്ട് ചുമ്മാ ചിരി സംസാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ തിരിച്ച് റൂമിലേക്ക് വരുന്ന സിയാനാണ്. അപ്പൊ യാൻഷെങ്ങിന്റെ ഗേൾഫ്രണ്ട് ടോങ് ആയിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവളതങ്ങ് ഉറപ്പിക്കും. അതിനുശേഷം അടുത്ത ദിവസം സിയാനും യാൻഷെങ്ങിന് ഒരു ബുക്ക് തരാന്ന് പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് അവൻ അറിയാതെ ഇവളെ ലൈബ്രറി ചെന്ന് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇവളെ കണ്ട് യാൻഷെങ്ങും പുറകെ വന്നിട്ട് നീ എന്നെ അവിടെ വെച്ച് കണ്ടിട്ടെന്താ ഈ ബുക്ക് തരാത്തെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അങ്ങനെ അതിന് അവൾ ഉത്തരം പറയാതിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ടോങ് ആണ് യാൻഷെങ്ങിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നൈസിനെ അവനെ വിളിച്ചോണ്ടങ്ങ് പോകും. ഇതേ സമയം ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ സിയാന്റെ കൂട്ടുകാരിയും അവൾ ബീച്ചിന്റെ അടുത്ത് നിന്ന് പടം വരച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന യുവാനാണ്. ഇവൾ ആരെയാ പടം വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന് ചിരിച്ചോണ്ട് അടുത്തേക്ക് വരും. കാരണം അവൾ വരയ്ക്കുന്ന ഇവന്റെ പടമാണ്. അതിനുശേഷം അവനത് നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ നിന്ന് വാങ്ങിച്ചു നോക്കുമ്പോൾ ഇവനെ പ്രിൻസിലോ എന്ന് പറഞ്ഞ് കോളാക്കി വരച്ച് വെച്ചേക്കും. അതുകൊണ്ട് അവനും നിന്റെ ആർട്ടിങ് സ്കില്ലിന് 50 പോയിന്റ് തരാന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുമ്പോൾ അവൾ സങ്കടത്തിരിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി 100% മാർക്ക് തരാന്ന് പറയും. എന്നിട്ട് അവനിപ്പോ ഇവളെ വിളിച്ചെടുത്തിയത് ഇവൾക്ക് പഠിക്കാൻ വേണ്ടി നോട്ട്സ് കൊടുക്കാൻ വേണ്ടിയാ. അങ്ങനെ അത് അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവന് കോമിക്സ് ആയിട്ട് അതെല്ലാം വരച്ചു കൊടുത്തേക്കുന്നത്. അപ്പോഴാണ് അതിനകത്ത് അവളും ഒരു അനിമെ ഗേളിരിക്കുന്നിട്ട് നീ ഇത് എന്നെ ഉദ്ദേശമാണ് വരച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനും ഇവിടെ നാണിച്ചിട്ട് സോറി എനിക്ക് പേപ്പർ മാറിപ്പോയെന്ന് പറഞ്ഞ് അവനെടുത്ത് അകത്തേക്ക് അങ്ങ് വയ്ക്കും. അങ്ങനെ ഇന്ന് രാത്രി തന്നെ എല്ലാവരും കട്ടയ്ക്ക് പഠിച്ച് അടുത്ത ദിവസം ഇവരുടെ പരീക്ഷ എഴുതാൻ വേണ്ടി പോകും. എന്നിട്ട് ടോങ് ഇവരോടൊക്കെ ഇവരെങ്ങനെയാ പരീക്ഷ എഴുതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ലിങ്ങാണ് ഭയങ്കര സന്തോഷത്തിൽ നിങ്ങൾ പഠിപ്പിച്ചെന്നാളിയാ വന്നേന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോഴാണ് അവന്മാരും ഇവൻ തന്നെ പാസ്സാവെങ്കിൽ ഞങ്ങളൊക്കെ എപ്പോഴാ പാസ്സാവെന്ന് പറഞ്ഞ് അവന്മാരങ്ങ് ഉറപ്പിക്കും. അപ്പോഴാണ് അവിടേക്ക് സിയാനോട് കൂട്ടുകാരും വരുന്നുണ്ട്. ഇവന്മാർ അവളെ വിളിക്കുമ്പം സിയാനും പെടുന്നവളുടെ കൂട്ടുകാരും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ടോങ്ങും അവർക്ക് എന്തെങ്കിലും ബിസി ആയിട്ട് കാര്യം കാണുമെന്ന് പറഞ്ഞ് ഇവരെല്ലാം പുറത്തേക്ക് വിളിച്ചോണ്ട് പോകും. ഇതേ സമയം കൂട്ടുകാരും ഇവൾ എന്തിനാ അവന്മാരെ കണ്ടിങ്ങനെ ഓടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവള് റീസൺ പറയാൻ പറ്റാതെ കുറെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ നിനക്ക് പറയാൻ താല്പര്യമില്ല, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ടോങ് ആണ് യാൻഷെങ്ങിന്റെ കൂടെ പുറത്ത് കറങ്ങാൻ വേണ്ടി അവന് ഷോപ്പിങ്ങിന് വിളിക്കുമ്പോൾ ഇവൻ എന്നെ മാത്രം എന്തിനാ ഒറ്റയ്ക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവളും ഷീയുടെ ബട്ടൺസ് പൊട്ടിച്ചുകൊണ്ട് അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയാ ഇവനെ കൂട്ടിനെ വിളിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ഇതോ റീസൺ ആയിട്ട് തോന്നി ഇവളുടെ കൂടെ വരാന്ന് പറയും. പക്ഷെ അടുത്ത ദിവസം ഇവനാണ് കൂടെ ഷീയും കൂടെ വിളിച്ചോണ്ട് വരും. അതുകൊണ്ട് അവളാണ് ഞെട്ടിപ്പോയി ഷീ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവിടെ ഷീ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സത്യമായിട്ട് നീ പറഞ്ഞില്ലേ ഇവൾ എനിക്ക് സർപ്രൈസ് ചെയ്യാനാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് യാൻഷെങ്ങിനോട് ചോദിക്കുമ്പോൾ അവനാണളിയാന്ന് പറഞ്ഞിട്ട് ഇവരൊറ്റയ്ക്കാക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് ടോങ്ങിന്റെ പണി മൊത്തത്തിൽ അങ്ങ് പാളിപ്പോയി. എന്നിട്ട് ഇവള് ചൂസ് ചെയ്യുന്ന ഷർട്ടൊക്കെ ഷീയും ചെന്ന് മാറ്റിക്കൊണ്ട് വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ബാക്കി പെമ്പിള്ളേരൊക്കെ ഇവനെക്കാണ് ഹാൻസം എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. കൂടാതെ അവിടുത്തെ സ്റ്റാഫും ഇവളുടെ ബോയ് ഫ്രണ്ട് ഷീയും തെറ്റിരിക്കുമ്പോൾ അവനല്ലെന്ന് പറയാൻ വേണ്ടി വരും. പക്ഷെ ഇവൾക്ക് കുറച്ച് പൊങ്ങച്ചം കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഡയലോഗ് പറയാൻ സമ്മതിക്കാതെ പെട്ടെന്ന് ഷീയെ വേറെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കും. അതേസമയം അവിടേക്ക് വരുന്ന സിയാന അവളുടെ കൂട്ടുകാരും കൂടെ ഇവൾക്ക് യാൻഷെങ്ങിനാണ് ഇഷ്ടം അല്ലെ ഷീയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം സിയാന്റെ അടുത്ത് യാൻഷെങ്ങിന് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷീയുടെ കൂടെ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഒരേ യാൻഷെങ്ങിനെല്ലാം തേച്ചോന്ന് പറഞ്ഞിട്ട് ഇവൾ അടുത്ത ദിവസം കോളേജിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ യാൻഷെങ്ങും അവന്റെ ഓഫീസിൽ നിന്ന് ഒറ്റയ്ക്ക് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും സത്യത്തിൽ പാവം പയ്യൻ അവൾ തേച്ചെന്ന് പറഞ്ഞിട്ട് ഇവൾ അടുത്തേച്ചെന്ന് അവനെ സമ്മാനപ്പെടുത്താൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും വേണോന്ന് പറഞ്ഞ് കുറച്ച് അപ്സെറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇവൾ നിനക്ക് വിഷമങ്ങളുണ്ട് അത് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇവളത് ആരോട് ഷെയർ ചെയ്യത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും പറഞ്ഞതിനൊക്കെ താങ്ക്സ്, പക്ഷെ എനിക്കിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നിന് അവനും പറഞ്ഞിട്ട് കണ്ണീരൊക്കെ തുടച്ചടഞ്ഞോണ്ടിരിക്കുമ്പോൾ അവൾ അടുത്തേക്ക് വന്നിട്ട് ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ വലിയ സാധനം ഒന്നല്ലെന്ന് പറഞ്ഞ് ഇവനെ വീണ്ടും സമാനപ്പെടുത്താൻ വേണ്ടി വരും. അപ്പോഴാണ് അവനാണ് അതിനിപ്പോൾ എനിക്കെന്തോന്ന് പറഞ്ഞ് ഇവനോട് എപ്പോൾ തൊട്ട ഇത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവള് നമ്മൾക്ക് ഫ്രണ്ട്സ് എല്ലാം അളിയാന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ എല്ലാ കാര്യം ഷെയർ ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് ഇവനെല്ലാം ദുഃഖമുണ്ട് അത് ഇവളോട് പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവൻ അടുത്തിരുന്ന് ഒരു സ്നാക്സ് എടുത്ത് ഇവളുടെ കൊടുത്തിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളത് കഴിച്ചു നോക്കിയ ഉടനെ ഇവൾ കയറി സഹിക്കാൻ പറ്റാതെ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ചിരിച്ചോണ്ട് ഞാൻ കരയുമല്ലായിരുന്നു മോളെ, ലിങ് എനിക്ക് വേണ്ടി വാങ്ങിച്ചെന്ന സ്നാക്സ് അതുകൊണ്ട് വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞ് ചുമ്മാ ഇത് കഴിച്ചോണ്ടിരുന്ന. ഇവൻ പറയുന്നേട്ട് അവള് മൊത്തം നാണം കെട്ട് അപ്പൊ ഇതിനായിരുന്നു നീ കരഞ്ഞ് അല്ലാതെ ബ്രേക്കപ്പിന് വേണ്ടിയല്ലേ എന്നിന് ഇവള് ചോദിക്കുമ്പോ അവനും ബ്രേക്കപ്പോ ആദ്യം മര്യാദയ്ക്ക് ഒരാളെ ഞാൻ ഡേറ്റ് ചെയ്തിട്ട് ഇതുവരെ ഒരു പെങ്കൊച്ചിന് പോലും വീഴ്ത്തിയിട്ടില്ല അതിനുമ്പ് ബ്രേക്കപ്പോ എന്നിന് ഇവനും പറഞ്ഞ ഉടനെ അവളാണ് ഞെട്ടിപ്പോയിട്ട് എങ്കിൽ പിന്നെ നീയും ടോങ്ങോ എന്നിന് അവൾ ചോദിക്കുമ്പോ അവനും ഞാനും ടോങ്ങോ അവളെന്റെ ഒരു ഫ്രണ്ടാ ഞങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യാൻ ചാൻസേ ഇല്ല എന്നിന് ഇവൻ പറയുന്ന കേട്ട് അവളാണ് ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിന്നെ സമ്മാനപ്പെടുത്താൻ വേണ്ടി അവിടെ നിൽക്കുന്നത്, നീ ഫുഡ് കഴിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പോവാ എന്നിന് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഇവളെ യാൻഷനെ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അവളുടെ കൂട്ടുകാരോട് പറയും. അതിനുശേഷം യാൻഷങ്ങിന് അവൾ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ ഇഷ്ടമുള്ള പോലെ ആ ടോങ്ങിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം കൂട്ടുകാരിയും അങ്ങനാണ് നീ യാൻഷയും കൂടെ അടുക്കുന്ന ആ ടോങ്ങിന് ഇഷ്ടപ്പെടാത്തോണ്ട നിങ്ങൾ തമ്മിൽ അകറ്റാൻ വേണ്ടി അവൾ ഇത്രയും വലിയ ചതി ചെയ്തെന്ന് പറയും. അപ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവളാണ്
എങ്കിൽ പിന്നെ ആ ടോങ് ഷീയും തമ്മിൽ എന്തോ ബന്ധം ചോദിക്കുമ്പോൾ കൂട്ടുകാരും കുറെ ആലോചിച്ച് നോക്കിയിട്ട് അതൊക്കെ ഡേറ്റിംഗ് എക്സ്പേർട്സിനോട് ചോദിക്കണം, അല്ലാതെ ന്യൂബായിട്ടുള്ള എന്നോട് ചോദിച്ചാൽ അറിയത്തില്ലെന്ന് ഇവള് മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് യുവാനാണ് ഇവളുടെ ഒരുമിച്ചെടുത്ത ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യും. ഇത് കാണുന്ന സിയാനും അപ്പൊ സത്യത്തിൽ നിങ്ങൾ തമ്മിൽ ഫോട്ടോസൊക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ആ യുവാൻ ഇഷ്ടമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിയും പിന്നെ പ്രിൻസിലും ഇഷ്ടമാണെങ്കിൽ യുവാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കാര്യം പറയും. കാരണം സിയാൻ ഇപ്പോഴാ മനസ്സിലാവുന്ന സത്യത്തിൽ ഇവളുടെ പ്രിൻസിലും യുവാനാണെന്ന്. അങ്ങനെ അത് മനസ്സിലാക്കി അവൾ ഷോക്കായിട്ടിരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിയും ഞാൻ യുവാനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാ, അതുകൊണ്ട് നിന്റെ ബ്രെയിൻ കുറച്ച് ദിവസം എനിക്ക് വാടകയ്ക്ക് തരുവാൻ ചോദിക്കും. അങ്ങനെ വാടകയ്ക്ക് എടുത്തു തരാൻ പറ്റില്ലെങ്കിലും സിയാൻ അവൾക്ക് വേണ്ടി ഒരു ഐഡിയ പ്ലാൻ ചെയ്തിട്ട് ഇവൾ ഇതിനു മുമ്പ് ജോലി ചെയ്ത റെസ്റ്റോറന്റിൽ തന്നെ അവൾ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു സർപ്രൈസ് റെഡിയാക്കും. അപ്പോഴാണ് ആ ഓണറും ഈ ശനിയാഴ്ചയുള്ള ഫ്രീ എന്ന് പറഞ്ഞ ഉടനെ അവളെങ്കിൽ പിന്നെ അന്ന് തന്നെ സർപ്രൈസ് ആക്കിയാന്ന് പറഞ്ഞ് ഇവൾ അതിനെ സമ്മതിക്കും. അങ്ങനെ ഇത് കേട്ട ഓണർ ഭയങ്കര സന്തോഷത്തിൽ ഇവൾ കോൾ ദ ബെസ്റ്റ് പറയുമ്പോൾ അവളാണ് ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഞാനല്ല എന്റെ ഫ്രണ്ട് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ പറയും. പക്ഷെ ആ ഓണർ വിശ്വസിക്കാതെ എല്ലാരും ഇങ്ങനെയൊക്കെ പറയുന്ന മോളെ എന്തായാലും ശനിയാഴ്ച ഞാൻ ബുക്ക് ചെയ്ത് വെച്ചേക്കാം, മോളുടെ പേരെന്തുവാ എന്ന് ഇവളുടെ പേര് എഴുതി വയ്ക്കും. അങ്ങനെ അതിനുശേഷം ആ പയ്യന് ഫേവറേറ്റ് ആയിട്ടല്ലോ ഉണ്ടെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് കുറെ തിരക്കുമ്പോഴാണ് ഇവളും അവൾ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന പയ്യൻ ഇവളുടെ കടയിൽ ജോലി ചെയ്യുന്ന ഷീയുടെ റൂംമേറ്റാന്ന് പറയും. കൂടാതെ ഡെക്കറേഷനൊക്കെ എന്റെ ഫ്രണ്ട് എന്നെ റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. പക്ഷെ പൈസ കുറച്ച് കൂടുതലായതുകൊണ്ട് അവളെല്ലാം പാർട്ട് ടൈം പണിക്ക് പോയാലും നടക്കത്തുള്ളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പം അവിടേക്ക് ജോലി ചെയ്യാൻ വന്ന സിയാൻ ഒരു ബംഗോച്ചിന് പ്രൊപ്പോസ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് അവൻ ആ കാര്യം അറിയും. അതിനുശേഷം ഓണറും അത് ഇവന്റെ റൂംമേറ്റാന്ന് പറഞ്ഞ ഉടനെ ഇവനും തെറ്റിരിച്ചിട്ട് ഒരേശം സിയാൻ അതിനുമുമ്പ് യാൻഷെങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അന്ന് രാത്രി ഈ കാര്യം ചെന്ന് യാൻഷെങ്ങിനോട് പറയും. അപ്പോഴാണ് അവനാണ് ഷോക്കായിട്ട് എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവന് സന്തോഷത്തിലാകും. അതേസമയം ഇവിടെ റൂമിലേക്ക് വന്ന സിയാനാണ് അവളുടെ കൂട്ടുകാരോട് കുറെ പൈസ എന്ന് പറയുമ്പോൾ അവളാണ് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ ഈ സർപ്രൈസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഈ പ്ലാൻ ഫ്ലോപ്പ് ആക്കും. പക്ഷെ സിയാനാണ് ഇത്രയെങ്കിൽ ചെയ്താലല്ലേ യുവാൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറഞ്ഞിട്ട് ഈ പൈസ രണ്ടുപേരും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്ന് പറയും. അതേസമയം ഇവിടെ സിയാൻ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന അറിഞ്ഞ് ലിങ്ങു ഷോക്കായിട്ട് നമ്മുടെ സിയാൻ യാൻഷെങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവന് പുറയെന്ന് ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം കേട്ട് യാൻഷെങ്ങാണ് സ്വർഗത്തിൽ ജീവിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇവന്മാരൊക്കെ സംസാരിക്കുന്നിട്ട് അവനും കുറച്ച് സന്തോഷത്തി എല്ലാ പെമ്പിളാർക്കും എന്നെ ഇഷ്ടമാളിയാ, പിന്നെ അവള് മാത്രം അങ്ങനെ വീഴാതും അവളൊരു പെങ്കൊച്ചല്ലേ. എന്നിട്ട് ഇവനും കുറച്ച് പൊക്കി പറയുമ്പം ഇത് കേട്ട് ലിങ്ങാണ് എന്റെ പൊന്നു ബ്രോ എനിക്കറിയാം അവൾ എന്തായാലും മറ്റേ പെമ്പിളരെ പോലെ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യാൻ ചാൻസ് ഇല്ല, കൂടാതെ എനിക്കും നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് വലിയ അടുപ്പായിട്ടും തോന്നുന്നില്ല. എന്നിട്ട് ഇവനും പറയുമ്പം ഇത് കേട്ട് യാൻഷെങ്ങും ആരാടാ നീയൊക്കെ ഏതവനാ, നീ വല്ലതും കണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പില്ലെന്ന്. അവനും കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പം ഇതേക്കുന്ന ഷീയും എന്തായാലും ആ കടയിലെ ഓണർ സിയാന്റെ പേരിൽ ബുക്ക് ചെയ്തേക്കുന്നെന്ന് പറയും. കൂടാതെ ഇവന്റെ റൂംമേറ്റ് പ്രൊപ്പോസ് ചെയ്യാൻ പോകാന്ന് അറിഞ്ഞ ഉടനെ അവന്റെ മനസ്സിൽ യാൻഷെങ്ങിന് മാത്രമേ ഓർമ്മ വന്നുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഇവനായിരിക്കാൻ ചാൻസ് എന്ന് ഷീയും പറയുമ്പം ലിങ്ങും അതെന്തോ ഞാനായിക്കോടെ, ഇവനേക്കാൾ സ്നേഹത്ത് ഞാൻ അവളോട് സംസാരിച്ചിട്ടുള്ള എന്താ പറയുന്നത് യാൻഷങ്, ഞാൻ അവൾക്ക് എസ് പറയണോ നോ പറയണോ എന്നിട്ട് അവനെ ചുമ്മാ കളിയാക്കുമ്പം അവൾ നിന്നെ തന്നെയാണ് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനെ അങ്ങ് പറഞ്ഞയക്കും. അതിനേശ് ഇവിടെ അടുത്ത ദിവസം സിയാനും അവളുടെ കൂട്ടുകാരിയും കൂടെ ഇവർ കുറച്ച് ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതെല്ലാം ഡിസ്കൗണ്ട് വിൽക്കാൻ പോകാന്ന് പറഞ്ഞ് അവരാ കോളേജിന്റെ ക്യാമ്പസിൽ തന്നെ ഒരു കടയങ്ങ് ഓപ്പൺ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഗേൾസും ബോയ്സും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വന്ന് സ്പിൻ ചെയ്ത് ഓഫർ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോകുമ്പം അവിടേക്ക് വന്ന് ലിങ്ങാണ് ഞാനും കൂടി ഇത് പങ്കെടുക്കാന്ന് പറഞ്ഞിട്ട് അവനൊരു സാധനം വാങ്ങിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവൻ ഓഫർ കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അവൾ മനഃപൂർവ്വം സ്പിന്നിന്റെ അവിടെ ഊതി കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൻ അവസാനം അണ്ടർവെയർ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. അങ്ങനെ അത് അവൻ പേ ചെയ്തിട്ട് നേരെ ജട്ടി എടുത്തോണ്ട് ഇത് എനിക്ക് ചേരുന്ന സൈസ് അല്ലെന്ന് പറഞ്ഞ് യാൻഷന്റെ എല്ലാം കൊടുക്കും. അപ്പോഴാണ് അവനും ഇതെന്തിനാണ് തേങ്ങാത്തല എനിക്ക് തന്നെയെന്ന് പറഞ്ഞിട്ട് അവന് ചോദിക്കുമ്പം സിയാൻ ഓഫറിന് വിറ്റാളിയാന്ന് പറഞ്ഞിട്ട് അവൻ ആ കാര്യമെല്ലാം ഇവനോട് ഷെയർ ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് അവനും അവൾക്ക് അത്രയ്ക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തെറ്റിയിരിക്കും. ഒരേ അമ്മൂമ്മയ്ക്ക് വയ്യുള്ള കാര്യം അവൾ അറിഞ്ഞിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുമായിരിക്കുന്നു. അപ്പോഴാണ് അടുത്തിരുന്ന് ഷീയാണ് അവളിങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള കാര്യം അവൾ ആ പ്രൊപ്പോസലിന് വേണ്ടിയാന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യം പറയുമ്പം യാൻഷെങ്ങാണ് ഷോക്കായിട്ട് എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയാണോ അവൾ പൈസ ഉണ്ടാക്കുന്നതെന്ന് അവനും കുറച്ച് ടെൻഷനാകും. അപ്പോഴാണ് ഷീയും അത് ഏകദേശം കുറെ പൈസ ആകും അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് യാൻഷെങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം അവനെ സന്തോഷത്തി എനിക്ക് വേണ്ടി അവൾ ഇത്രയൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവളും തുള്ളിച്ചാടി പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ടോങ്ങാണ് അപ്സെറ്റ് ആയിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവിടെ കുറെ സാധനങ്ങൾ വിറ്റുപോകുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ടോങ്ങും വന്നിട്ട് ഞാൻ ഈ കോമ്പറ്റീഷന് പങ്കെടുത്ത് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ മനപ്പുറം ഇവളുടെ ബിസിനസ് കുളവാക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അങ്ങനെ അവളൊരു ഇഷ്ടപ്പെട്ട സാധനം എടുത്ത് സ്പിൻ ചെയ്യുമ്പോഴാണ് ഇവൾക്ക് 90% ഓഫർ കിട്ടിയേക്കും. അങ്ങനെ അതുകൊണ്ട് സിയാനാണ് ഷോക്കായി എന്റെ പണി കളയാൻ വേണ്ടിയാണ് ദൈവം ഇവളെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞിട്ട് അവൾ മൊത്തം ഞെട്ടിപ്പോയിരിക്കും. കാരണം ഇതുവരെ ഓഫർ കിട്ടാതിരിക്കാൻ വേണ്ടി ഇവൾ ഊതി കളിച്ചോണ്ടിരുന്ന അതിനേശം ഇപ്പൊ ഓഫർ കിട്ടിയ ഉടനെ ഇവളും ചിരിച്ചോണ്ട് ആ
ആദ്യമായിട്ട് നിനക്ക് 90% ഓഫർ കിട്ടിയെന്ന് പറഞ്ഞ് അവളിപ്പം മനസ്സില്ലാതെ ആ സാധനം ഇവൾക്ക് അങ്ങ് കൊടുക്കും. അപ്പനാണ് അതേസമയം ടോങ് ആണ് അവിടെ വേറൊരു പെങ്കൊച്ച് സാധനം വാങ്ങിക്കാൻ നോക്കുമ്പം ലിപ്സ്റ്റിക് അറിയാതെ പൊട്ടിക്കുന്ന ഇവളം കാണും. അങ്ങനെ ഇത് മനസ്സിലാക്കുന്ന ടോങ്ങും ഇത് വെച്ച് സിയാൻ ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് വേറൊരു പെങ്കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കും ഇവള് ലിപ്സ്റ്റിക് പൊട്ടിപ്പോയതൊക്കെ വിറ്റ് കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുവാന്ന്. അങ്ങനെ അതുകൊണ്ട് ഇത് ഫുള്ളും തട്ടിപ്പാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സംസാരിക്കുമ്പം സിയാൻ എല്ലാം പുതിയ സാധനങ്ങളാന്ന് പറഞ്ഞ് അവരൊക്കെ സമാനപ്പെടുത്താൻ വേണ്ടി നോക്കും. പക്ഷെ ടോങ് ചെയ്ത പണി കാരണം എല്ലാവരും ഇത് മൊത്തം ചീപ്പ് പ്രോഡക്റ്റാന്ന് പറഞ്ഞിട്ട് ഇവളെ കുറെ ചീത്ത വിളിക്കും. അങ്ങനെ വിശ്വാസമില്ല ഞങ്ങളൊന്നും സാധനം വായിക്കത്തില്ലെന്ന് അവരൊക്കെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന സാറാണ് ഇവിടെ എന്തോ നടക്കുന്നതെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. അപ്പോഴാണ് സിയാൻ അവളുടെ കൂട്ടുകാരും കൂടെ നൈസിന് പതുങ്ങിയിരുന്നിട്ട് ഞങ്ങളിവിടെ ചെറിയ ബിസിനസ് നടത്തുക സാറേ എന്ന് പറഞ്ഞ് അവരുടെ തല ഇങ്ങനെ പുറത്തേക്ക് നീട്ടി ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം കടയും പൂട്ടി സാറ് പൈസയും കൊണ്ടുപോകും. അങ്ങനെ അതുകൊണ്ട് ഇവരുടെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം സാർ ഇത് ഫസ്റ്റ് പ്രാവശ്യം ആയതുകൊണ്ട് ഇത് ജസ്റ്റ് വാണിങ്ങാന്ന് പറഞ്ഞിട്ട് സാർ അവിടെ നിന്നങ്ങ് പോകും. അതിനുശേഷം ഇവിടെ കൂട്ടുകാർ ഭയങ്കര ദേഷ്യത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന് യാൻഷങ് ആണ് രണ്ടുപേരും ഇപ്പോൾ റിച്ച് ആയെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കൊന്ന് കളിയാക്കും. അതിനുശേഷം അവന് നിങ്ങളുടെ സിൻസിയറിറ്റിയൊക്കെ പൈസയും കൊണ്ടല്ല അറിയിപ്പിക്കേണ്ട നിങ്ങളുടെ മനസ്സ് മതി എന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കുമ്പം അവനും ജോലി വേണേ ഞാൻ സെറ്റാക്കി തരാന്ന് പറഞ്ഞ് ഇവർക്കൊരു വിശ്വാസം കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തി എത്ര വലിയ പണിയാണെങ്കിലും ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞിട്ട് അവരതിന് വാക്ക് കൊടുക്കുമ്പം അവനും പണി വേറൊന്നുമില്ല ഒരു ദിവസം ഇവന്റെ സ്വിമ്മിംഗ് ക്ലബ്ബ് ഫുള്ളും ക്ലീൻ ചെയ്യാനുള്ളതാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവർ സന്തോഷത്തി അവരാ പണി അങ്ങ് ഏറ്റെടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവർ രണ്ടുപേരും കൂടെ സ്വിമ്മിംഗ് ക്ലബ്ബ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരി സംശയത്തി എന്തായാലും പൈസ എന്നിട്ട് നമുക്ക് എന്തിനാ ഈ ജോലി യാൻഷങ് ഏൽപ്പിച്ചെന്ന് അവൾ ചോദിക്കും. കാരണം അവർക്ക് ജോലി ചെയ്യാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നിട്ട് എന്തിനാ നമുക്ക് ഈ ജോലി എന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം സിയാനും ഒരേശം അവർക്ക് മടിയായതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ജോലി ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അവളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ യാൻഷങ് ആണ് ഇവൾക്ക് പൈസ ഇട്ടാൻ വേണ്ടിയ ആ മനപ്പുറ ഈ പണി അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഈ പൈസ സ്വിമ്മിംഗ് ക്ലബ്ബ് തരുന്നൊന്നല്ല, യാൻഷങ് അവൾക്ക് വേണ്ടി തരുന്ന പൈസയാണ്. അങ്ങനെ അതിനുശേഷം അവൾ സന്തോഷിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കാണുന്ന യാൻഷങ്ങും ഇവളെ കൊണ്ട് തോറ്റെന്ന് പറഞ്ഞിട്ട് അവന് ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ടോങ് ആണ് ഇവൻ സ്വിമ്മിംഗ് ക്ലബ്ബ് ക്ലീൻ ചെയ്യിപ്പിച്ചതിന് ഇവരുടെ ക്ലബ്ബിൽ നിന്ന് പൈസ കുറച്ചോളാന്ന് പറയുമ്പം അവനും അത് അവന്റെ സ്വന്തം പൈസക്ക് ആ പണി ചെയ്യിപ്പിച്ചാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ക്ലബ്ബായിട്ട് ബന്ധമില്ലെന്ന് പറയുമ്പം ടോങ് ആണ് അപ്സെറ്റ് ആകും. ഇവനപ്പോ സിയാങ്ങിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. അതേസമയം ഇവിടെ സിയാൻ അവളുടെ കൂട്ടുകാരിയും കൂടെ കുറെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഇവനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഷിയാണ് ഇവരുടെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അവന്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കും. അപ്പോഴാണ് യാൻഷങ് ആ ഫോട്ടോ കണ്ടിട്ട് അതിനുമ്പ് സിയാനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഇത്രയും പെട്ടെന്ന് റെഡിയാക്കിയാന്ന് പറഞ്ഞിട്ട് അവന് പ്രാക്ടീസ് ഇതോടെ നിർത്തി പെട്ടെന്ന് അവളെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ടോങ് എന്തോ സംഭവം അറിയാതെ ഇന്ന് റെസ്റ്റോറൻറ്റും എല്ലാം സ്പെഷ്യലായിട്ട് ഈവന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഷിയോട് ചോദിക്കുമ്പോൾ അവനും സിയാനിപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന അറിയാം. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് ഷോക്കായി. അപ്പൊ സത്യത്തെ അവള് യാൻഷങ്ങിനാണ് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞ് അവൾ ഞെട്ടിപ്പോയിരിക്കും. ഇതേസമയം ഇവരും ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ഷിയും നിങ്ങൾ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകാന്ന് പറഞ്ഞ് സിയാനെ നോക്കി ഓൾ ദി ബെസ്റ്റ് പറയും. അപ്പോഴാണ് കൂട്ടുകാരി ഷോക്കായിട്ട് ഇവൻ എന്തിന് അവളെ നോക്കിയെന്ന് പറഞ്ഞ് അവള് ഷീക്ക് താങ്ക്സ് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. അതേസമയം സിയാന്റെ വായി ബലൂൺ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും കൂട്ടുകാർ താങ്ക്സ് പറഞ്ഞെന്ന് അവൻ തെറ്റിദ്ധരിച്ചു പോകും. അതിനുശേഷം കൂട്ടുകാർ എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പം ഇവള് പോയ സമയത്തായിരിക്കും യാൻഷങ് അവിടേക്ക് വരുന്നത്. അതിനുശേഷം അവൻ ആ ഡെക്കറേഷനെ കണ്ടിട്ട് ഇവളുടെ അടുത്തേക്ക് പതിയെ വരുമ്പം അവൾ അതിനുമ്പ് എത്തിയെന്ന് പറഞ്ഞ് കൂട്ടുകാരെന്ന് വിചാരിക്കും. പക്ഷെ അവനാണ് നേരത്തെ എത്തിയ സീനായി പോയെന്ന് പറഞ്ഞ് ഇവന് വേണ്ടി അവൾ കാത്തിരിക്കാൻ തെറ്റിയിരിക്കും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ വന്ന സ്ഥിതിക്ക് നീ സഹായിക്കാന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് ഒരു ബോക്സ് കൊടുക്കുമ്പം അവനാണ് ഈ ബോക്സിനകത്ത് വല്ല ലവ് ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചിരിച്ചോണ്ട് ഇവൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പറൊക്കെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതിനകത്ത് ഒന്നില്ലാത്തതുകൊണ്ട് ഇവൾ ഇതിനകത്ത് ലവ് ലെറ്റർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ഓരോന്നായിട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവളാണ് ദേഷ്യത്തി എടാ കുരങ്ങ നീ എന്തോടെ ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ നീ എല്ലാം കുളമാക്കുന്നു എന്ന് ഇവൾ അവനെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ചിരിച്ചോണ്ട് റെസ്റ്റ് എടുക്കാൻ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുവാണ് എങ്കിൽ പിന്നെ ഈ സാധനം നിൽക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ റിമോട്ട് കൺട്രോൾ അങ്ങ് നിൽക്കും. അതോടെ ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ബലൂൺ എല്ലാം പൊട്ടിത്തെറിക്കുമ്പം സിയാനും മൊത്തത്തിൽ പേടിച്ചു പോയി. നീ എന്തുവാടെ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ആ ബലൂൺസ് ഒക്കെ പിടിച്ചിരുത്താൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് സന്തോഷത്തി സെറ്റപ്പ് എല്ലാം കൊള്ളാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത്. ഇതേപോലെ ഒരു പ്രൊപ്പോസൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സോ ഈ തെറ്റുകാരനെ എവിടം വരെ പോകുന്ന നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.